ഞങ്ങൾ ബിരിയാണി കഴിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴയിലാണ്. വെയിലത്ത് നിന്ന് ഞങ്ങൾ ബിരിയാണി കഴിക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വർക്കിന് അടുത്തുള്ള ക്ലയൻറ്റ് നമുക്ക് വേണ്ടി ബിരിയാണി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ സമയം, അപ്പൊ ഞങ്ങൾക്ക് പൊതിഞ്ഞ് തന്നുണ്ട് ബിരിയാണി. അപ്പൊ ഞങ്ങളിവിടെ വഴിയിൽ നിർത്തിയിട്ടിട്ട് ഇവിടെ നിന്ന് കഴിക്കുവാണ്. കുറെ നാളല്ലേ കാറിൽ ഇരുന്ന് കഴിച്ചിട്ടല്ലേ. ഇപ്പൊ വിശന്നിട്ട് പോയായിരുന്നു. പറഞ്ഞ കൊണ്ട് ഞങ്ങളിപ്പോ ഓക്കെ ആവും. വിശപ്പം തീർക്കണം. പക്ഷെ ഒറ്റ പ്രശ്നം, ഒരു വെയില. ഓക്കെ, നല്ല വെയിലല്ലേ. അങ്ങനെ അവസാനത്തെ എല്ലാം കഷ്ണം കൂടി അവന് കിട്ടി. നമ്മൾ ഫുഡ് വേസ്റ്റ് ഒന്നും ഇവിടെ ഇട്ടില്ല. നമ്മൾ ഫുഡ് വേസ്റ്റ് ഒക്കെ കിറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മള് റൂമിൽ ചെന്നിട്ട് അവിടത്തെ വേസ്റ്റ് ബാസ്ക്കറ്റിലിടും. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് തൊടുപുഴ അല്ലല്ല, മൂവാറ്റുപുഴ അടുത്ത്. മൂവാറ്റുപുഴ നിയർ ബൈ ഒരു 10 കിലോമീറ്റർ. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ രാജാക്കാട് പോവാണ്. നാളെ നമുക്ക് അവിടെ അവർക്ക് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി പിടിച്ചതാ. എന്റെ അടിയിലൊക്കെ എന്തോരം വീടുകളും ഇതൊക്കെയാണ് ഇവിടെ നമ്മ പോകുന്നത്. ഏതായിരുന്നു? നെടുങ്കണ്ടോ? എവിടെയായിരുന്നു ഞാൻ കണ്ട സ്ഥലം? ചീങ്കൽ സിറ്റി. ആദ്യമായിട്ട് ഈ പേരാ കേൾക്കണം. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ട്. നല്ല സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം. എന്നാൽ നല്ല മഴയൊക്കെ ഉള്ള ഒരു സമയമായതുകൊണ്ട് നല്ല ഭംഗിയാണ്. ഇപ്പം നല്ല പച്ചപ്പൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് എല്ലായിടത്തും കാണാൻ. എങ്ങനെയുണ്ട് കണ്ടാ? ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ. ഇവിടെ കുളിക്കാലോ. എനിക്കും എപ്പോഴുള്ള പരിപാടി അത്. ഒരു വണ്ടി വന്നു ഗൈസ്. നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറം സൈഡ് കാണുന്നത് അത് വല്ലാത്തൊരു ഫീലാ. വാവ്, ഇത് രസമാണ്. മരവും വെള്ളവും ഇതൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ ആസ്വദിച്ചൊക്കെ ഞങ്ങൾ വർക്കിന് വരാം. വണ്ടി വരെ. അപ്പൊ നമ്മുടെ ലോറക്കുട്ടീനെ നമ്മളിവിടെ ഇട്ടു. ഇതുണ്ട്, ഇതൊരു വളവാണ്. ശരിക്കും ഭയങ്കര ഡേഞ്ചർ ഏരിയ. ഇവിടെ നിന്ന് വണ്ടി വന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് വണ്ടി വന്നാൽ കാണാൻ പറ്റില്ല. ഈ വെള്ളത്തിന്റെ സൗണ്ട് കാരണം നമുക്ക് അറിയാനും പറ്റില്ല. ഞങ്ങളിവിടെ പണ്ട് വന്നപ്പോ ഇവിടെ നിറച്ച് വെള്ളമായിരുന്നു അല്ലേ. വയമ്പം പാറക്കൂട്ടങ്ങൾ കണ്ടിട്ട് പേടിയാവും. ഓ, ഇവിടെ നിന്നൊക്കെ കാലേറ്റി അങ്ങോട്ട് പോയിക്കാനാ. നോക്കട്ടെ. ഓ, എന്റെ ഇടയിൽ പോയി കിടക്കും. ഈ പാറേന്റെ ഒക്കെ വലുപ്പം നോക്കിയത്. പാറകള് ഒന്ന് വെള്ളം ഉണ്ടായപ്പോ ഓർക്കണ്ടോ ചാടി. കൊച്ചു ഇവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാ ഇപ്പൊ എന്തായിരിക്കും? അല്ല, ഞാൻ പെട്ടുപോയില്ലേ. ഞാൻ ഉന്തിട്ടാന്ന് പറഞ്ഞാലേ. ക്യാമറ ഓഫ് ചെയ്യണ്ട, അവിടെ ഇരിക്കട്ടെ. ഇന്ന് നീ ഇവള് ചത്തേക്കാന് ഒക്കെ ഒന്ന് പറയാൻ പറ്റോ? ചേട്ടാ ഈ പാവണെന്ന് ചാടണ്ട. എന്തെങ്കിലും വന്ന് കൊച്ചിന് ഉന്തിട്ടാലാ. അയ്യോ, ലൈഫ് ജാക്കറ്റ് ഇട്ട് ചാടാൻ പറ്റിയ സ്ഥലം. നമ്മള് രാജാക്കാടേക്ക് എത്തി. ഇതാണ് രാജാക്കാട് ടൗൺ. ഇവിടെ ഈ കാണുന്ന എല്ലാ സീസൺസ് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്.
ഇവിടെ കാർ ഇടാൻ സ്ഥലമില്ല. താഴെ തന്നെ റെസ്റ്റോറന്റ് ഉണ്ട്. നമ്മളിത് ഇവിടെയാണ് നമ്മുടെ വണ്ടി ഇട്ടേക്കുന്നത്. രാത്രി എടുത്ത് ഞാൻ മാറ്റി ഇങ്ങാട് ഇടും. കുറച്ച് പേടി കൂടുതലാണ്. അപ്പൊ 3rd ഫ്ലോറിലാണ്. അപ്പൊ റൂമൊന്ന് ഞാൻ കാണിച്ചു തരാം. ലിഫ്റ്റ് ഒന്നും ഇല്ല. അപ്പോ ഇതാണ് നമുക്ക് ഇന്നത്തെ റൂം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വർക്കിന് വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു നമ്മുടെ റൂം. സെയിം റൂം തന്നെ ഇന്നും കിട്ടി. ഇവിടെ ഒരു മിറർ ഉണ്ട്, അവിടെ വാഷ്റൂം, TV, അവിടെ ബാൽക്കണി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ സാധനം എടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്തിട്ടിട്ട് ഇവിടെ നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ബ്രൈഡിനെ എടുത്ത് മേക്കപ്പ് എടുത്ത്. ഓക്കെ, നീറ്റായിട്ടുള്ളൊരു വാഷ്റൂമാണ്. നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം. ഇതാണ് ഗൈസ് ബാൽക്കണി. വാവ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കുറെ നേരം ഇരുന്നല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നല്ല മഴയായിരുന്നു. സ്കൈ ഇങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കണേ. എങ്ങോട്ടാണ് സ്കൈ ഇത്രയും തീർത്തി പിടിച്ച് ഓടുന്നത്? എല്ലായിടത്തും കൊണ്ടിട്ട് ഭയങ്കര മറ്റേ ഇതിന്റെ ഇട്ട പോലെ ഇങ്ങനെ പറക്കും. കാറ്റുണ്ട്, അതാണ്. അപ്പൊ സ്കൈക്ക് നല്ല ഓട്ടമാണ് സ്കൈ. അപ്പോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ റൂം. അടിപൊളി റൂമുകള് അല്ലേ? ഞങ്ങക്ക് ചില സമയത്ത് കിട്ടുന്ന റൂമുകളുണ്ട്. അങ്ങനത്തെ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ റൈറ്റ്സിനോട് പറയാൻ തുടങ്ങിയത് ഞങ്ങൾ ബുക്ക് ചെയ്തോളാം. അതെ. അപ്പൊ ഇപ്പം റൂം അവര് ബുക്ക് ചെയ്യുമ്പോ ഞാൻ പറയും നല്ല റൂം അയക്കണം. അങ്ങനെ ഞങ്ങള് മൂട്ട കടിച്ചൊക്കെ കിടന്നിട്ടുണ്ട്. എന്നിട്ട് ഗുരുവായൂര് എന്നിട്ട് പറ്റാണ്ട് ഞങ്ങൾ കാറിൽ പോയി ഇരുന്ന് തുടങ്ങി. എന്നിട്ട് നേരം വെളുത്ത് വാഷ്റൂമിൽ പോകാൻ വേണ്ടി മാത്രം ആ മുറി ഉപയോഗിച്ച്. ഗുരുവായൂരിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ആള് വരുന്ന ഉറപ്പായതുകൊണ്ട് അവര് ഒരു മെയിൻറ്റെയിനിങ് ഇല്ല ഗുരുവായൂർ. ഗൈസ്, അപ്പോ പിറ്റേ ദിവസം ഉച്ചയായി. രാവിലെ 3:30 വർക്ക് തുടങ്ങി. 6:30 മണിക്ക് കഴിഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ ഒരു ഉറക്കമൊക്കെ ഇറങ്ങി. അപ്പോ എടുത്ത വീഡിയോ ബിഫോർ ആൻഡ് ആഫ്റ്റർ എടുത്തിട്ടുള്ളു. വ്ളോഗായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇവളോട് പറഞ്ഞതാ വ്ളോഗായിട്ട് മറന്നു പോകുന്നു. അതുപോലെ തന്നെ ഞാൻ രാവിലെ 3:30 ബ്രൈഡ് വന്നപ്പോ ഇന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനില്ലാണ്ടോണ്ട് ഞാനപ്പോ താഴത്ത് പോയി കാറിൽ കിടന്നുറങ്ങണേന്ന്. അപ്പൊ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചാണ്. അപ്പൊ നോക്കിയപ്പോ ഫോണാണെങ്കിൽ മുകളിലിരിക്കും. പിന്നെ എന്റെ ഉറക്കം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചു. ലാസ്റ്റ് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പൊ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ മസ്റ്റ് ആയിട്ട് എടുക്കും. നമ്മൾ 3ാം നിലയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയും സാധനങ്ങള് ഞങ്ങള് 3ാം നില വരെ ഇന്നലെ ഞങ്ങൾ തന്നെ കയറ്റിയത്. ഇന്നലെ ആരും ഉണ്ടായില്ല. ഇങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നു. ഇവിടുത്തെ പില്ലോ ഭയങ്കര ഇതുണ്ടോ? ഇതിന്റെ അകത്ത് തല വെച്ചിട്ടുണ്ടല്ലോ. തല എവിടെയാണ് നമ്മള്. അപ്പൊ കാറിന്ന് പില്ലോ എടുത്തു. ഇത് കൊച്ചിന് നെക്ക് പെയിൻ ആയിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്ത. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഈ പില്ലിന്റെ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ ഞാൻ ഇട്ടുതരാം. അപ്പോ അതൊക്കെയാണ്. അപ്പൊ നമ്മള് ഈ സാധനങ്ങളെല്ലാം ഇറക്കണം. അപ്പൊ നമ്മുടെ ബായി ഉണ്ട്, ബായിനൊന്ന് വിളിച്ചു നോക്കണം. ബായി ഇവിടെ ഉണ്ടെന്നാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട്, ഇല്ലെന്നാണെങ്കിൽ ഞങ്ങൾ 2 പ്രാവശ്യം കയറി ഇറങ്ങേണ്ടി വരും. അത്രയധികം ചാവും. അപ്പൊ നമ്മുടെ ബായി വന്നു. ബൈ ഹായ് ബോൽ. ഹായ് ഹായ്. ബൈ ആയിട്ടാ നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. അപ്പൊ നമുക്ക് ഒറ്റക്ക് എല്ലാം എടുക്കാൻ പറ്റില്ല. അപ്പൊ ബൈ ആയിട്ട് നല്ല കണക്ഷൻ ആയി നമ്മള്. ഇത് ഞാൻ എടുത്തോളാം. എൽസി മതി. ഓക്കെ. ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാജാക്കാട് വരെ വരേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നോക്കിയേ ഇത്രയധികം സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പണിക്ക് പോകുന്നത്. പുറത്തുനിന്നാണ് ഭയങ്കര സിമ്പിളാണ്. ബട്ട് ചില സമയത്തൊക്കെ നമുക്ക് നല്ല ടാസ്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഈ 3 നില ഇറങ്ങിയിട്ട് വണ്ടിയിൽ ഇനിയെല്ലാം വീണ്ടും സെറ്റ് ചെയ്യട്ടെ. ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഉള്ളോ. ബെഡൊന്നും കാണുന്നില്ല, ഞാൻ ഫുൾ സാധനം കൊണ്ടുവച്ച്. പിന്നെ ഫുൾ നമുക്ക് അറേഞ്ച് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് കിടക്കണമെങ്കിൽ കിടക്കാൻ. ഇപ്പം കിടക്കൊന്നുമില്ല, എന്നാലും നമുക്ക് ആവശ്യം വന്നാൽ കിടക്കാമല്ലോ. ഇങ്ങനെ വണ്ടിയുടെ ഓരോ ഓട്ടകളിലൂടെ ഓരോ ഗ്യാപ്പിൽ ഞങ്ങൾ സാധനങ്ങൾ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കും.
സീറ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് കടത്തില്ലായിരുന്നോ? ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. ശരിക്കും ഇതാണ് ഞങ്ങളുടെ വീട്. അതെ, താമസിക്കുന്ന വീടൊക്കെ സാധനങ്ങളൊക്കെ അതെ, ഞങ്ങൾ കൂടുതൽ സമയം ഈ വണ്ടിയിലും ഈ ബെഡിലുമാണ്. ഇനി നമുക്ക് ഇത്രയും സാധനം കൂടി ഇതിൻ്റെ ഇടകളിൽ കൂടെ ഒക്കെ കയറ്റണം. റിംഗ് ലൈറ്റ് വെക്കണത് ഇവിടെ നമ്മളെല്ലാം ഓരോരോ. നിങ്ങളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് കണ്ടാൽ ആർക്കും മനസ്സിലാവില്ല ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. പക്ഷെ ഇത് ഫുള്ള് നമ്മൾ ഇതിൻ്റെ ഇടകളിലൂടെ ഫില്ല് ചെയ്യും. ഈ ബെഡ് ഫ്രീ ആയിരിക്കും അല്ലേ? ഞങ്ങളുടെ കഴിവ്. സുഖമായിട്ട് എല്ലാം രാജകീയമായിട്ട് നമ്മൾ കിടക്കും. ഇവിടെ ഇത് ഫാനാട്ടാ. ഞാൻ ഫുൾ ചാർജ് ചെയ്തോണ്ടാണ്. പക്ഷെ ഇന്ന് ആവശ്യം വന്നില്ല ഞാൻ കിടന്നപ്പോ. കാരണം ഇന്ന് നല്ല തണുപ്പുണ്ട്. ഗ്ലാസ് കണ്ട കുറച്ച് താഴ്ത്തിയിട്ടൊക്കെ ഞാൻ താഴ്ത്തിയിട്ടിട്ട് തന്നെ പെരും മഴ, നല്ല കിടിലം തണുപ്പായിരുന്നു. കാരണം നമ്മൾ ഇന്നിപ്പോ നല്ല രസമായിരുന്നല്ലേ കിടക്കാൻ. ഞാൻ വിചാരിച്ചായിരുന്നു. ഇപ്പൊ പക്ഷെ വെയിലൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. നല്ല ചൂടായിട്ടോ. ചൂടായി വെയിലൊക്കെ. പക്ഷെ ഇന്നത്തെ രാവിലത്തെ കാലാവസ്ഥ കണ്ടപ്പോ ഞാൻ വിചാരിച്ചില്ലേ ഇത്രയും ചൂട് വരുമെന്ന്. ഞാനിത് മൊത്തം മഴയായിരിക്കുന്നാ. പക്ഷെ നമുക്ക് വെയില് വന്നേനാ പിന്നെ ഏത് തണുപ്പുള്ള സ്ഥലമാണെങ്കിലും പണിപ്പാണ്. ഭയങ്കര ചുവയില് നമ്മളിതൊക്കെ പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേർത്ത് കുളിക്കും. അതാണ് വേറെ എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകണ മുമ്പ് എനിക്കിഷ്ടം ഇതെല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചേക്കുക. എന്നിട്ട് പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി നമ്മൾ വന്നിട്ട് നമ്മൾ സെറ്റായിട്ട് ഇറങ്ങാം. ആണ് നമ്മുടെ വൈബ്. ഉണ്ട്. വളരെ പെട്ടെന്ന് നമ്മുടെ വീട് സെറ്റായി. ഇനി സ്ഥലങ്ങളുണ്ട്. ഓൾ ഇന്ത്യ പോയപ്പോഴും ചുറ്റിനും സാധനങ്ങളായിരുന്നു. എൻ്റെ അമ്മ അതൊക്കെ നമുക്ക് അടിപൊളി വൈബായിരുന്നു. ഇനി ഇവിടെ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങാം. സെറ്റായി. ഇവിടെ ചെറിയ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന്റെയും എക്സ്ട്രാ വെള്ളം കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊടുത്തിട്ട് വരാം. സെറ്റിൽ ചെയ്യട്ടെ. പുറത്ത് കിടക്കുന്ന മെയിൻ സാധനമാണ്. കാണാൻ ചെറുതാണെങ്കിലും എടുക്കത്തെ കാശാണ്. അപ്പൊ നമ്മളിത് ഇടുക്കി നമ്മൾ നേരെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. നമ്മള് നേരെ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ഡാമിന്റെ സൈഡിൽ കൂടെയാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ ഫുള്ള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ റിവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ ഒരു ഡാമൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത്. ഡാമല്ലേ? ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ. അത് മറ്റേ സാധനം, മറ്റേ ടണല് പോലത്തെ സാധനം ഉണ്ടല്ലോ, പൈപ്പിൽ കൂടി വെള്ളം തന്നെ. അപ്പ അയ്യോ തെറ്റിച്ച് പറഞ്ഞിട്ട് ചേട്ടാ ഇതെല്ലാം എന്നെ പറഞ്ഞോണ്ടിരുന്നത്. അതിന്റെ പേരെന്താന്നറിയോ? ഈ നമ്മള് മൂന്നാർ പോകുമ്പോ കണ്ടിട്ടില്ലേ പൈപ്പിൽ കൂടി ഇങ്ങനെ പല പല പേര് അതിന്റെ കണക്ട്. അങ്ങനെ എന്തോ സാധനമാ. അയ്യോ എന്താന്ന് നമുക്ക് നോക്കട്ടെ. ഓർക്കുമ്പോ ഞാൻ മനസ്സിലാവും. എന്തായാലും നിങ്ങക്ക് അറിയാൻ പറ്റും. ടണല് പോലെ പൈപ്പിൽ ഇങ്ങനെ വെള്ളം കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ടണല് പോലെ ഉള്ള ഇതില് വെള്ളം തന്നെ. ഒരു ലോറിയുണ്ട്, അതിനൊന്ന് കയറ്റി വിടട്ടെ. കൊണ്ടാരമേ പൊക്കോ എല്ലാരും പൊക്കോ. അതാണ് സംഭവം. ഞാനിപ്പോ ഒരു ഡാമിന്റെ വ്യൂ നിങ്ങക്ക് കാണിച്ചു തരാട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡാമിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കണ സ്ഥലമൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചു തരാട്ടെ. ഞാനൊന്ന് നോക്കട്ടെ എവിടെയാണ് ഗ്യാപ്പിലൊന്ന് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. എനിക്ക് റൂട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ? അച്ഛോ ഇത് ഇവിടെ നിർത്താൻ പറ്റുന്നല്ലേ? കാണുന്നുണ്ടോ? നല്ല രസമുണ്ട്. അയ്യോ ഇല്ലടാ, കാണാൻ പറ്റിയില്ല. കിട്ടി എനിക്ക് ആണല്ലേ? നല്ല രസമുള്ള അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായില്ല നിർത്താനായിട്ട്. നല്ല രസമാണ് ഈ വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സ്ഥലം ഇങ്ങനെ കാണാനായിട്ട്. ഇതൊക്കെ KCBയുടെ കേട്ടാ. ഇതെല്ലാം KCB സ്ഥലങ്ങളാണ്. പണ്ടുകാലത്തൊക്കെ ഈ വഴിക്ക് ഞാൻ ഒരുപാട് ബൈക്കിന് വന്നിട്ടുള്ളതാണ്. ബൈക്കിന് വരുമ്പോൾ എനിക്ക് ഏറ്റവും പേടിയുള്ള റൂട്ടൊക്കെ ആയിരുന്നത്. കാരണം ഇത് റോഡൊക്കെ ഭയങ്കര മോശമൊക്കെ ആയിരുന്നു പണ്ട്. രാത്രി കഴിഞ്ഞോട് പെട്ടെന്ന് അല്ലേ ഇരുട്ടാവും. ഇത് ഫുള്ള് ഉണ്ടാ ആനറങ്ങണൊക്കെ റൂട്ടൊക്കെ ഉണ്ടത്. ഇപ്പൊ അത്യാവശ്യം വണ്ടികളൊക്കെ പോണോണ്ടൊക്കെ അടിപൊളിയായി.
എല്ലാ പാറയിലും ഫുൾ ഇങ്ങനെ വെള്ളമൊക്കെ വീണേ മഴ പെയ്ത് എല്ലായിടത്തും വെള്ളച്ചാട്ടമായല്ലേ ഇപ്പൊ. അതെ അതെ, നല്ല ഭംഗിയുണ്ടായോണ്ട് കാണാനൊക്കെ ആയിട്ട്. എല്ലായിടത്തും വെള്ളച്ചാട്ടം. ഇനി അതിന്റെ ഇടയിലൊരു കുഞ്ഞു വെള്ളച്ചാട്ടം. എന്റെ അമ്മോ ഭയങ്കര രസമുണ്ട് കേട്ടാ. നോക്കട്ടെ, ഇത് നോക്കിയാ കണ്ട മോളീന്ന് ഇങ്ങനെ വന്നേ കണ്ട. ഇത് രാത്രി കഴിയുമ്പോ നമ്മള് ഫുള്ള് ഇങ്ങനെ എന്തെങ്കിലും കണ്ടു പോകും. ഈ വഴിയാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേര്യമംഗലം എത്തി, പിന്നെ അവിടെ നിന്ന് മൂവാറ്റുപുഴ, അങ്ങനെ നമ്മൾ എറണാകുളത്തേക്ക് എത്തും. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒടുക്കത്തെ തിരക്കൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെയൊക്കെ ആസ്വദിച്ച് വണ്ടി ഓടിക്കുവാണ്. ഞങ്ങളുടെ പേജൊക്കെ ഫോളോ ചെയ്യാത്തവര് ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് നിങ്ങൾക്കറിയാലോ, ഞാനൊരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറാണ്. കൊച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ബ്രൈഡല്. അപ്പോൾ നമ്മളുടെ മേക്ക് ഓവർ ബൈ ജോസ്ന എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം ക്യാപ്ചർ വെഡിങ്സിന്റെ DCW കൊച്ചി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾ കയറി ഒന്ന് ഫോളോ ഒക്കെ ചെയ്യുക, ചെക്ക് ചെയ്യുക, നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. വർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വർക്കിന് വിളിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം നടക്കാൻ പോകുന്ന ഫ്രണ്ട്സിനോ കസിൻസിനോ ഒക്കെ ഉണ്ടെങ്കിൽ പേജൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മള് വന്ന് അടിപൊളിയായിട്ട് സംഭവം സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അല്ലേ. ബേസിക്കലി എനിക്കിപ്പോ ഒരു 8 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിപ്പോ നിലവില് ഞാൻ വർക്ക് എടുക്കാൻ പോകുന്നില്ല. അതിന് ചെറിയൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു 1 year ബാക്ക് എനിക്ക് നമ്മുടെ ഹിപ്പിന്റെ ജോയിന്റ് ബോൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് എനിക്ക് ഇടത്തേക്കാലില് താഴത്തേക്ക് ബ്ലഡ് ഇറങ്ങൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. കാരണം ഞങ്ങള് കോട്ടയത്ത് അതിന് ഒരു മാസം മുന്നേ ഞങ്ങള് കോട്ടയത്ത് നിർത്തണോ അടിപൊളി ഒരു വെള്ളച്ചാട്ടം. ഇത് എവിടെ നിർത്തും നമ്മള്? നോക്കട്ടെ, കിടില വെള്ളച്ചാട്ടം കേട്ടോ, അത് കാണിച്ചു തരാം. പുള്ളി വൈബ്. അത് അങ്ങോട്ട് നമ്മള് കണ്ടില്ലേടേ. എനിക്ക് ആ പാലം കണ്ടപ്പോ തോന്നി അവിടെ എന്തോ ഉണ്ടെന്ന്. നമുക്ക് എന്തായാലും ആ വ്യൂ കാണാം. അങ്ങാടെടുത്ത് തിരിച്ച് അതിലെ സ്ലോ ആയിട്ട് പോവാനാ. ഒന്ന് വെയിറ്റ് ചെയ്യിപ്പോ കാണിച്ചു തരാം. നമ്മളിവിടെ വണ്ടി ഒതുക്കി അവര് ആ വ്യൂ കാണാൻ വേണ്ടി നമ്മള് വണ്ടി ഒതുക്കിയാണ്ടാ. ഇവിടെയും വളവാണ്, ഇവിടെയും വളവാണ്. അപ്പൊ നമ്മൾ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ നോക്കി ക്രോസ് ചെയ്യണം. പക്ഷെ ഈ വ്യൂ കണ്ടിട്ട് നമുക്ക് നിർത്താതെ പോകാൻ തോന്നിയില്ല. ഈ സമയത്ത് പിന്നെ നല്ല വെള്ളം ഉള്ളതുകൊണ്ടേ സൈഡിലുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, അടിപൊളി. അപ്പൊ നമ്മളിവിടെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് സമയം അങ്ങനെ നമ്മള് ഉണ്ടോ മൈൻഡ് ഫ്രഷ് ആയി നമ്മള്. അതെ, അല്ലേലും നമ്മുടെ ജീവിതം എന്നൊക്കെ പറയണത് എങ്ങാട് ഓടിപ്പിടിച്ചു പോകാനാ. ഞാനും ശരിക്കും റിയലൈസ് ചെയ്ത് ആ സംഭവത്തിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ നമ്മളിങ്ങനെയൊക്കെ നിർത്തണം. ശരിക്കും പറഞ്ഞാ നമ്മളിങ്ങനെ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട നിർത്തി കണ്ടിട്ട് പോവുക. നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും കാണാന്നേക്കും. അതൊന്നുമല്ല എന്റെ ആൻസർ. എന്റെ ചോദ്യം അതല്ല. അടുത്ത പ്രാവശ്യം നമ്മളുണ്ടോ? ബിഗ് ക്വസ്റ്റ്യൻ ആണ് അത്. നമുക്ക് ഇങ്ങനെ വരാൻ കഴിയണമെന്നുണ്ടോ? ഒന്നും നമ്മുടെ കയ്യിലല്ല. എന്റെ 1 year എന്റെ കാലിന്റെ ഹിപ്പിന്റെ പ്രശ്നം പറഞ്ഞെന്ന് വെച്ചാൽ എന്റെ ഹിപ്പിന്റെ ജോയിന്റ് ബോളിൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് ഞാനൊരു ഞൊണ്ടനായി, നടക്കാൻ പറ്റാതെ ഞൊണ്ടലും പ്രശ്നങ്ങളൊക്കെ ആയി. ഞാൻ ഹെവി ഡിപ്രഷൻ ലെവലിൽ പോയി. ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി ഡിപ്രഷൻ ലെവൽ. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ അത്രയും ഡിപ്രഷനിൽ ഞാൻ പോയിട്ടില്ല. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 8 വർഷമായിട്ട് ഞാൻ ഫോട്ടോഗ്രാഫി എന്നും പറഞ്ഞ് ഓടി നടന്നേച്ച് ഞാൻ ഫോട്ടോഗ്രാഫി ഒന്നുമല്ല, ഹെൽത്ത് നോക്കിയില്ലെങ്കിൽ പണി പാളും മച്ചാനെന്നുള്ള അവസ്ഥ അതെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. അല്ലെങ്കിലും ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് നമുക്കൊരു പ്രായമാകുമ്പോഴാണ് നമുക്ക് എല്ലാം മനസ്സിലാവണമെന്ന്. ഞാൻ കൊച്ചും കൂടി വണ്ടിയിൽ നിന്ന് വീണായിരുന്നു ബൈക്കിൽ. അന്ന് ആ സമയത്ത് എൻ്റെ കാലിലെ മുട്ടിൻ്റെ അവിടെ സ്റ്റിച്ച് ഇട്ടായിരുന്നേ. അപ്പോൾ അത് അത്രയും വലിയ ഇമ്പാക്ട് ഉണ്ടായതുകൊണ്ട് നമ്മൾ വേറെ എക്സ്റേ ഒന്നും എടുത്തില്ല. അന്ന് എൻ്റെ ഹിപ്പിൻ്റെ ജോയിന്റ് ബോളിൻ്റെ അവിടെ ചെറിയൊരു ഡാമേജ് പറ്റിയിട്ടുണ്ടായി. അപ്പൊ അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാ, അവിടെ ബ്ലഡ് സർക്കുലേഷൻ കാലിലോട്ടുള്ള കുറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഒരു എക്സസൈസും ഇല്ലായിരുന്നു. ഫുൾ ടൈം വർക്ക് ഭ്രാന്തായിരുന്നു. എനിക്ക് വർക്കോളിക്കായിരുന്നു. എനിക്ക് വർക്ക് ചെയ്യണം, ഉറക്കമില്ല. ഉറക്കം മെയിൻ കാര്യമാണ്. അതിപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയും. ഇപ്പൊ ഞങ്ങളാണെ പോലും ഇപ്പൊ വർക്ക് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ പ്രോപ്പർ ഉറക്കമൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ എന്നാൽ പോലും
ഉറങ്ങാൻ പറ്റുന്ന അത്രയും ടൈമുകൾ കിടന്ന് ഉറങ്ങുക. എങ്ങനെയെങ്കിലുമൊക്കെ ഡേ ടൈം കിടന്ന് ഉറക്കം ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് പ്രോബ്ലം വരും. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ എനിക്കങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഫുൾ ടൈം നമ്മൾ അറിയാലോ വെഡിങ് വർക്ക് ആകുമ്പോഴത്തേക്കും നമ്മള് ഫുൾ ടൈം എത്ര ചെയ്താലും തീരാത്ത പരിപാടികളാണ്. നമ്മളൊരു വർക്ക് കമ്മിറ്റ് ചെയ്ത് ആ ആൽബം ഡെലിവറി ചെയ്യണ വരെ നമുക്ക് ടെൻഷനും പ്രഷറും നമുക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഫുട്ടേജിന്റെ കാര്യത്തിൽ എല്ലാം ഉണ്ട്. നമ്മൾ A to Z അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ എനിക്ക് വലിയ സംഭവമൊന്നും അല്ല അത് എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി വെഡിങ് ഞാൻ പോവാതെ, കാരണം എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് കോൺഫിഡൻസ് കിട്ടാനുള്ള പോകാനായിട്ട്. കാരണം എനിക്ക് നടക്കാൻ പറ്റണില്ല. 2-3 സ്റ്റെപ്പ് നടന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഞൊണ്ടി കിടക്കുക. അത്ര എനിക്ക് ലൈഫ് കിട്ടുന്നുള്ളൂ നടക്കാനായിട്ട്. അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി എനിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോ നമ്മുടെ ക്രൂവിനെ വിട്ട് തന്നെ ഫുള്ള് വർക്കുകളൊക്കെ ഓടിയായിരുന്നു. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു വർക്ക്. ബാക്കി എനിക്ക് വീട്ടിൽ നിന്ന് ഇതടി ഒരു മരം വീണ ആനിറങ്ങിയാണ് തോന്നുന്നു. അല്ലല്ല, കമ്പൊടിഞ്ഞു വീണ. അപ്പൊ നമ്മളങ്ങനെ ക്രൂവിനെയൊക്കെ വിട്ട് വർക്കൊക്കെ എടുത്ത് അങ്ങനെ 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 പോയി. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ചെന്ന് വർക്ക് കമ്മിറ്റ് ചെയ്ത് നമ്മൾ അവിടെ ചെന്ന് ക്ലയന്റിനായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും. അപ്പോൾ എനിക്ക് ഓടണ്ട, ചാടണ്ട, നിൽക്കണ്ട എന്നുള്ളൊരു സാധനത്തിലോട്ടൊക്കെ ഞാൻ പയ്യെ മാറിയായിരുന്നു. പക്ഷെ ആ ഒരു വ്യൂ ഓഫ് പോയിന്റിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ IT മേഖലയിലും പോട്ടെ എല്ലാ ഫീൽഡിലും എല്ലാവരും ഞാനൊക്കെ ഇരുന്നാണ് എന്റെ നമ്മളിങ്ങനെ വർക്ക് ചെയ്യണോണ്ട് നമ്മ ഒരു വർക്കൗട്ട് എന്ന് പറഞ്ഞ സാധനം ചെയ്യണല്ലോ. ഞാൻ ഫുൾ ടൈം ഇരിപ്പായിട്ട് എന്റെ നട്ടല് വളഞ്ഞ് ഞാൻ ഇങ്ങനെ ഞൊണ്ടി കൊണ്ട് നടക്കാനായപ്പോഴത്തേക്കും നട്ടല് ഞാൻ വളവ് വന്ന് ഏറ്റവും അവസാനം ഞാൻ എന്റെ ദയനീയമായ അവസ്ഥയായിരുന്നു. എന്റെ വീട്ടിലെ സ്റ്റെപ്പ് ഞാൻ കയറിയത് കൈ കുത്തിയാണ്. ഞാൻ ഈ എന്താ പറയാ നമ്മൾ ഭിക്ഷക്കാരെ കാണൂലേ റോട്ടിലൊക്കെ ചെറിയൊരു വണ്ടിയിൽ ഇങ്ങനെ കൈ കൊണ്ട് കഴിഞ്ഞ് നടക്കണം. ആ അവസ്ഥ ഞാൻ റിയലൈസ് ചെയ്ത് അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കി കളി മാറ്റി പിടിച്ചില്ലേ ശരിയാവൂല. പിന്നെ കുറെ ഹോസ്പിറ്റലുകളായി, എല്ലാരും സർജറി ചെയ്യാനൊക്കെ പറഞ്ഞു. സർജറി അത്ര പോസിബിൾ അല്ല, സക്സസ്ഫുൾ അല്ല. കാരണം അവര് 100% പറയുന്നില്ല നമ്മളോട്. അത് തന്നെ നമ്മുടെ ട്രസ്റ്റ് പോയി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ആശുപത്രികൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ബാക്ക് ടു നീക്ക് ചാടാ ഓടാ ഇതിലോട്ടൊക്കെ ആവും നീ. ബട്ട് ആ സാധനത്തിന് ഒരു വാലിഡിറ്റി ഉണ്ട്. എന്ത് സാധനവും മാറ്റി വെക്കുവാണല്ലോ. നമ്മൾ ജനിക്കുമ്പോ കിട്ടുന്ന നമ്മുടെ ബോൺ എന്ന് പറയണത് അത്രയും പൊളി ബോണാണ് നമ്മുടെ ഫുള്ള് ബോഡിയിൽ. പിന്നെ ചെറിയ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് ചിലതൊക്കെ ഇങ്ങനെ മാറ്റിയൊക്കെ വെക്കുന്നത്. പക്ഷെ എന്നാലും ഭൂരിപക്ഷം എല്ലാവരുടെയും നല്ല ബോൺസ് ആയിരിക്കും. പക്ഷെ എൻ്റെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോ 15 വർഷം 20 വർഷം എന്താ നമുക്കൊരു 10-15 വർഷം നമുക്ക് ആകെ വാലിഡിറ്റി കിട്ടുള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ 30 വയസ്സ്, ഞാനിത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂളാവും, എനിക്ക് ബാക്കി ഇതൊന്നും ഉണ്ടാവില്ല. ബട്ട് എനിക്ക് 40-45 വയസ്സാകുമ്പോ ഇത് മാറ്റിയിട്ട് ഇപ്പൊ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് വലിയൊരു എന്താണ്, നമുക്ക് 40-45 വയസ്സാകുമ്പോ നമ്മ എന്താ ആരോഗ്യത്തിലുണ്ടാവുമെന്ന് പോലും അറിയത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഓപ്പൺലി. എടാ ഞാൻ നിന്നൊരു സർജറി ഞാൻ പറയാനുള്ള കുറെ ഡോക്ടേഴ്സ്, നല്ല ഡോക്ടേഴ്സ് എല്ലാവരും നമ്മുടെ ഇതാണ് സർജറി. അതിന് മുന്നേ ഇപ്പൊ നമ്മള് കിഴിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കാലൊക്കെ കുറെ ഓക്കെ ആയി അല്ലേ. തമിഴ്നാട് വണ്ടി പോണോക്കെ, തമിഴ്നാട് അവര് മറ്റേ വഴിയൊക്കെ കയറി ഇറങ്ങി ചില്ലടിച്ച് തന്നെയായിരിക്കും. അപ്പൊ ഞാൻ എന്നിട്ട് എന്ത് ചെയ്ത് നേരെ ആയുർവേദ ട്രീറ്റ്മെന്റിൽ പോയി. അവിടെ എന്നിട്ട് ഒരു വൈദ്യനെ ഉണ്ടായി, പൂച്ചാക്കല പോയത്. അപ്പൊ വൈദ്യനെ കണ്ടു. അവിടെ നമ്മളൊരു കിഴി ചെയ്തു, ഒരു കഷായവും മരുന്നും ഒക്കെ. ഇപ്പൊ ഞാൻ കിഴി ചെയ്തത് കഴിഞ്ഞ ഏപ്രിൽ എന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞു പോയതല്ല, 2025 ഏപ്രിലാണ് ഞാൻ കിഴി ചെയ്യണത്. ആ കിഴി കഴിഞ്ഞ് മാംസക്കിഴി ആയിരുന്നു കേട്ടോ ചെയ്തത്. വെർത്തായിരുന്നു. 29,000 എന്റെയാണ് എനിക്ക് ആ കിഴി ചെയ്തതിലായത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി 29,000 കൊടുത്തതിൽ. കാരണം ഇന്നും ഞാൻ ഇത്ര ഉഷാറായിട്ട് നടക്കാൻ കാരണം അന്ന് ചെയ്ത ആ കിഴിയാണ്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് എനിക്ക് ഓവർ വെയിറ്റ് ഒക്കെ എടുക്കുമ്പോ പെയിൻ ഉണ്ട്. പിന്നെ എന്റെ ഈ കാല് ഇവിടെ നിന്ന് ഇങ്ങാട് വളയൂല. എന്ന് വെച്ചാൽ ഒരു ബൈക്കിൽ നമ്മൾ കവച്ചൊക്കെ കയറൂലേ, അപ്പൊ എനിക്ക് അങ്ങനെ കയറാൻ പറ്റില്ല. ഞാൻ സ്റ്റാൻഡ് ഇട്ടിട്ട് ഫുട് റെസ്റ്റ് ചവിട്ടിയൊക്കെ ഞാൻ കയറുന്നത്. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഞാൻ ഇപ്പോഴും അതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, നമ്മളെ മൈൻഡാണല്ല. ഞാൻ വ്ളോഗ് എടുക്കലൊന്നും ഉണ്ടായില്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ എന്റെ വർക്കുകളൊന്നും കാണാതെ, നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് ചോദിക്കും ഫീൽഡ് ഔട്ട് ആയ ജിബി. അപ്പൊ അങ്ങനെ ഒരു സാധനം വന്ന് ശരിക്കും പറഞ്ഞാണ്. കാരണം എല്ലാവരുടെ മുമ്പിൽ ആരും നമ്മുടെ വർക്ക് കാണുന്നില്ല, ഒന്നുമില്ല. പക്ഷെ എനിക്ക് അതൊന്നും ആയിരുന്നില്ല എന്റെ ലക്ഷ്യം. എന്റെ ലക്ഷ്യം എന്റെ ഹെൽത്ത് റീസ്റ്റാർട്ട് ചെയ്തൊന്ന് സെറ്റ് ആക്കി എടുക്കുക. ഇപ്പൊ ഞാൻ ഓക്കെ ആണ്. ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 year ആയി. വേണമെന്നാണെങ്കിൽ ഒന്നും കൂടി കിഴി ചെയ്യാം. പക്ഷെ ഞാൻ അതിനൊരു ബെസ്റ്റ് ടൈം ഇപ്പൊ നോക്കി നിൽക്കുവാണ്. കാരണം കിഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ദിവസത്തെ ട്രീറ്റ്മെന്റ്, അത് കഴിഞ്ഞ് 15 ദിവസം റെസ്റ്റ് എടുക്കണം നമ്മൾ, ബെഡ് റെസ്റ്റാ.
ഒരു വെയിറ്റ് കൊടുക്കാതെ. അതാണ് ആയുർവേദത്തിന്റേത്. എത്ര നമ്മൾ ചെയ്തോ അത്രയും ദിവസം റെസ്റ്റ് എടുത്താലേ അതിനൊരു ഒരു ഗുണം ഉണ്ടാവുള്ളൂ അതിന്. അല്ലെന്നാണെങ്കിൽ അത് ഒരു രീതിയിലും നമ്മളെ ഗുണപ്പെടുത്തില്ല. കാരണം നമ്മൾ 8 ദിവസം, എനിക്ക് 7 ദിവസം തിരുമ്മലായിരുന്നു. 7 ദിവസം തിരുമ്മി നമ്മൾ ഉടക്കും, നമ്മുടെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഉടച്ചു പോയി. അത് കഴിഞ്ഞിട്ട് 7 ദിവസം കിഴി എന്നൊക്കെ പറഞ്ഞിട്ടല്ല, തളച്ച വെള്ളം, എന്താ പറയാ, ഒരു ചരിവം, തളച്ച എന്താ പറയാ, ഈ അല്ല ഈ കിഴി കണ്ടിട്ടില്ല ഇങ്ങനെ കിഴി. ഓക്കെ, ഈ കിഴി ഇങ്ങനെ ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടാവും. ഈ കിഴിയൊക്കെ സെറ്റ് ചെയ്ത് അവർ കൊണ്ടുവന്നിട്ട് ഇതിന്റെ അകത്ത് വെക്കും. അത് എന്നെ കിടത്തിയേക്കണം. അപ്പൊ ഞാൻ ആദ്യത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ ഒരു ഗുളുഗുളുന്ന് വെച്ചേക്കണ്ട്, അവിടെ ഒരു ഗ്യാസ് ഇരിക്കണ്ട്, അതിന്റെ അകത്തൊരു ചരിവം പോലെ ഒരു കുട്ടളല്ല എന്തോ ഒരു ഉരുളി പോലത്തെ ഒരു പാത്രം ഇരിക്കണുണ്ട്. അപ്പൊ ഞാൻ എന്താ പണ്ടാരം പൊള്ളോ. പക്ഷെ എന്റെ അമ്മേ, ആദ്യത്തെ സാധനം വെച്ച തന്നെയല്ലേ, ചൂടുണ്ടാവും പറഞ്ഞ് നോക്കിയത് തന്നെ തളച്ചത്. പിന്നെ നമ്മ പൊള്ളി ഇല്ലേ, ഫുൾ ബോഡി പൊള്ളി മറ്റേ മരവിച്ച ഐസൊക്കെ കൊണ്ട് മരവിക്കൂല, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ എന്റെ മൈൻഡിലുണ്ടായിരുന്നു എനിക്ക് തിരിച്ചു വരണം, എന്റെ ബോഡി സെറ്റ് ആക്കണം, അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ്. ഇത് കാരണം അത്രയും വേന സഹിച്ചാണ് ഞാൻ നടക്കുന്നത്. എനിക്ക് നടക്കാനൊരു ആരോഗ്യമില്ല. നടന്ന ഹിപ്പ് വേനെടുക്കും, മുട്ടും വേനെടുക്കും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഞൊണ്ടിപ്പോവും. ഇതായിരുന്നു എന്റെ എൻ്റയർലി സിറ്റുവേഷൻ. അപ്പൊ ആ സിറ്റുവേഷനിൽ നിന്നൊക്കെ കഴിഞ്ഞ ഒരു ലെവലിലോട്ട് നമ്മൾ മാറിയിരിക്കുവാണ്. കുറെ നേരം നമ്മൾ ഈ റോട്ടിൽ കയറിയിട്ട്, പക്ഷെ എനിക്ക് വിശന്നിട്ട് കൊടല് കഴിയുന്നു. പക്ഷെ കടകളൊന്നും ഇല്ല കേട്ടോ ഈ റൂട്ടില്. നമ്മൾ ഇങ്ങോട്ട് വന്നാ കൊറേ ഷാപ്പുകൾ കണ്ടത്, കപ്പ മീൻ, അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ആഗ്രഹം കപ്പ മീൻകറി കഴിക്കണം. എന്താ അല്ലേ? ഇന്നലെ മമ്മീനെ വിളിച്ചപ്പോ പറഞ്ഞു, മമ്മി എനിക്ക് വരുമ്പോ കപ്പയും മീൻകറി ഉണ്ടാക്കി തരണം. ഞാൻ അവളോട് പറഞ്ഞു ഞങ്ങൾ അടുത്ത ദിവസം കണ്ണൂരും ഉണ്ട്, അപ്പൊ മമ്മി നല്ല അടിപൊളി കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കി തരാം. അപ്പൊ ഞാൻ ഇവിടെ എല്ലാ കടയിൽ നിന്നൊക്കെ കഴിച്ചു, വല്ല വയറിനൊക്കെ പണി കിട്ടണ്ട. ഇവിടെയൊക്കെ കല്ല് പോലത്തെ കപ്പയായിരിക്കും. എനിക്ക് മെജോറിറ്റി കടകളിൽ നിന്ന് കിട്ടുന്ന, ഷാപ്പിൽ നിന്ന് കിട്ടുന്ന കപ്പകളൊക്കെ മറ്റേ കരിങ്കല്ല് പോലെ ഇരിക്കണ കപ്പകളെ. എനിക്ക് മറ്റേ പഞ്ഞി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കപ്പ നല്ല പുട്ട് പോലെ അല്ലേ? കൊതി വരുന്നു. വിശപ്പും കൂടെ ആയിട്ട് നമ്മളേതെങ്കിലും കട തപ്പി കണ്ടുപിടിക്കട്ടെ. ഇവിടുന്ന് ഇറങ്ങാൻ എന്തായാലും കിട്ടും തോന്നില്ല അല്ലെ? ഇല്ല, ഇനിയിപ്പോ നമ്മൾ ഇന്ന് ഇറങ്ങുന്നത് എന്താ പറയാ, നമ്മുടെ മൂന്നാർ ഇടുക്കി ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, കേറുന്ന അവിടെ ചെന്നെത്തുന്നത്. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കടകളൊക്കെ ഉണ്ട് അവിടെ. കുഴപ്പമില്ല, നമ്മളിപ്പോ എന്തായാലും അടുത്ത കടയിലേക്ക് എത്തി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ എറണാകുളം പോവാം. എറണാകുളം പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്. നമ്മുടെ ഗോപ്രോന്റെ മെമ്മറി കാർഡ് കംപ്ലൈന്റ് ആയി. കഴിഞ്ഞ ദിവസം 4000 രൂപ കൊടുത്ത് ബാറ്ററി വാങ്ങിച്ചോളൂ. അപ്പൊ ഇപ്പൊ നോക്കിയപ്പോ മെമ്മറി കാർഡ് പണിയിട്ടേക്കും. നമുക്ക് എങ്ങനെയായാലും കാശ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ നമുക്ക് ഈ വർക്കുകളും എല്ലാം, നമുക്ക് വ്ളോഗും ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതെ നടപടിയൊന്നും ആവില്ല. നമുക്ക് എല്ലാം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. റിട്ടേൺ വന്നാലും നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം. അതിപ്പോ ഫോട്ടോഗ്രാഫിയിലായാലും എല്ലാത്തിനും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും നമ്മളിങ്ങനെ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോ നിങ്ങള് മേക്കപ്പ് വർക്കും വെഡിങ് ഫോട്ടോഗ്രാഫി വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. നമ്മുടെ വർക്ക് ഒന്ന് കയറി എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം. DCW കൊച്ചി ആൻഡ് ജോസ്ന. അപ്പോ നമുക്ക് സൈനിങ് ഔട്ട്. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനും റിപ്ലൈ ചെയ്യണം. എല്ലാരും ഒന്ന് കമന്റ് ചെയ്താൽ കൊള്ളാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. വളരാൻ പറ്റുള്ളൂ. ഞങ്ങള് കണ്ടിന്യൂസ്ലി വീഡിയോ ഒന്നും ഇടാത്തതിന്റെ കാരണങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. ഇനി നമുക്ക് ഇട്ട് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എല്ലാം കൂടി നിങ്ങൾ വിചാരിക്കണ പോലെ സിമ്പിൾ അല്ല. വണ്ടി ഓട്ടം, ഉറക്കമില്ല, അതിന്റെ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം വേണം. നമുക്ക് വിചാരിക്കാൻ അപ്പുറം നമുക്ക് സമയമില്ല. ശരിക്കും നമ്മൾ അങ്ങനെയായിരുന്നു ഓടുന്നത്. കൊച്ചിന്റെ വീട് കണ്ണൂര്, എന്റെ വീട് എറണാകുളം, ഞങ്ങൾ താമസിക്കുന്നത് മാളയില്. അപ്പൊ ഞങ്ങൾ എല്ലായിടത്തും അങ്ങാടി ഇങ്ങാടൊക്കെ ഓട്ടങ്ങളും അതിന്റെ ഇടയിൽ കിട്ടുന്ന സമയങ്ങളില് നമ്മുടേതായിട്ടുള്ള കുറെ പണികള് അല്ലേ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വീഡിയോസ് ഒക്കെ അങ്ങനെ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇടാം ശ്രമിക്കാം അല്ലേ? ഇടും. അപ്പോ ഞാൻ പറയുന്നത്, ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയും ഇനി കണ്ടിന്യൂസ് വീഡിയോ കേട്ടോ. ഇനി കണ്ടിന്യൂസ് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ യൂട്യൂബ് മറ്റേ പുറകിലാക്കിയായിരുന്നു. എനിക്ക് വലിയ വ്യൂവേഴ്സിനും തന്നെ ഉണ്ടായില്ല. കാരണം നല്ലൊരു ടൈം ഞാൻ വീഡിയോസ് ഒന്നും ഇടാതെ ഓൾ ഇന്ത്യയിൽ ഞാൻ സ്റ്റക്കായി പോയായിരുന്നു. ഇപ്പൊ നമ്മൾ ഓൾ ഇന്ത്യയുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് അതിനോട്ട് ടൈം ഇപ്പൊ എനിക്ക് കളയാനില്ല. അതുകൊണ്ട് നമ്മൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ എഡിറ്റ് ചെയ്യുന്നു. ഓരോ എപ്പിസോഡ് കണ്ടിന്യൂസ് ചെയ്ത് തന്നെ ആ എപ്പിസോഡിന്റെ നമ്പർ ഇട്ട് നമ്മളത് ഇറക്കി പോകും. കാരണം അതല്ലാതെ അത് ഇറക്കിയിട്ട് ഞാൻ വ്ളോഗ്
നമ്മുടെ അത് ഇറക്കാൻ നിന്നാ അത് പറ്റില്ല, കാരണം അത് ചെറിയ വീഡിയോസ് അല്ല, എല്ലാം എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് പണിയുള്ള വീഡിയോസാണ്. ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമ്മ 3-4 ഫോണിലും ക്യാമറയിലും ഗോപ്രോയിലും എല്ലാത്തിലും മിക്സ് ചെയ്തൊക്കെ എടുത്തേക്കണേ. ഇപ്പൊ ഞങ്ങൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് തന്നെ 2 കൊല്ലം ആവാൻ പോണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങളും ബ്രെയിനിലൊന്നും ഇല്ല. അത് കണ്ട് നമ്മ മനസ്സിലാക്കിയിട്ടൊക്കെ വേണം എഡിറ്റ് ചെയ്യാനായിട്ട്. എല്ലാരും ചോദിക്കും എന്ത് ഇത്ര എഡിറ്റ് ചെയ്യാനുള്ള അങ്ങനെ ഇട്ടുകൂടെ. അയ്യോ, അത് ഇത് ഒന്ന് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഐ മീൻ ബ്ലോഗിങ്ങും കണ്ടന്റ് ക്രിയേഷൻ അല്ലേ. എന്റെ അമ്മ, അത് നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിനെപ്പറ്റി ഞാനിപ്പോ നമ്മുടെ ഫീൽഡിൽ തന്നെ ഞാനൊരു ഫോട്ടോഗ്രാഫർ ആണ്. നമുക്ക് എഡിറ്റിംഗിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് തന്നെ ഇഷ്ടപ്പെടണം. ഇത് കാണുന്നവർക്ക് പല അഭിപ്രായം ഉണ്ടോ, ബട്ട് എനിക്ക് തന്നെ എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലാതെ ഞാൻ ഈ സാധനം ഇട്ടിട്ട് ഒരു കാര്യമില്ല. എന്റെ അമ്മ എന്ത് രസമാണ്, 2 സൈഡും പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച്. അതെ, മിസ് ഇടുക്കി. എന്തായാലും ഞങ്ങൾ വരാം. തിരുമ്പി വരും. അതെ, ഇടുക്കിയിലുള്ള ഇടയ്ക്കിടയ്ക്ക് വർക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അല്ലേ, ഇടയ്ക്കൊക്കെ ഒരു വരവുണ്ട്. കുറെ നാളായി വന്നിട്ട് ഇടുക്കി, മൂന്നാറ് കുറെ നാളായിട്ടില്ല. കട്ടപ്പന ഉണ്ട്. കട്ടപ്പന ഉണ്ടായിരുന്നു. അപ്പൊ ഇടുക്കിയിലുള്ള ആരെങ്കിലും ഒക്കെ വർക്കൊക്കെ വിളിക്കും. വരാം. കേരളത്തിന് പുറത്താണല്ലോ നിങ്ങൾ എത്തും. യെസ്, നമ്മള് കർണാടക മറ്റേ ഇവിടെ ചിക്മംഗ്ലൂരൊക്കെ പോയി വർക്ക് ചെയ്യാറുണ്ട്, ബാംഗ്ലൂര് പോയി വർക്ക് ചെയ്യാറുണ്ട്, ചെന്നൈ പോയി വർക്ക് ചെയ്യാറുണ്ട്. എല്ലാം നമ്മൾ ഈ കാറിന് കേട്ടോ നടപ്പ്. ഞങ്ങളുടെ പ്രാന്ത് അതാണ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ ആ കയറങ്ങാലും പൊട്ടിച്ച് കഴിഞ്ഞാലേ. അപ്പൊ ഇതെന്തായാലും നമുക്ക് ഇവിടെ ചേർക്കാം. അപ്പൊ ഓക്കെ, ബൈ വീഡിയോ കാണാം. ബൈ.